2005 മുതൽ 2007 വരെയാണ് ഞാൻ വാഷിങ്ടൺ ഡി സിയിൽ പ്രവർത്തിച്ചിരുന്നത്. 2007 പെട്ടെന്ന് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിന്നും ജോയിൻറ്റ് സെക്രട്ടറി അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു കോളുണ്ടായിരുന്നു. ഞാൻ ദുബായിലെ ഇന്ത്യൻ കൺസൽ ജനറലായി മാറാൻ തയ്യാറാണോ എന്ന് ചോദിച്ചുകൊണ്ട്. വാഷിങ്ടൺ ഡി സി വളരെ പ്രധാനപ്പെട്ട പ്രസ്റ്റീജിയസ് പൊസിഷനായിരുന്നു. ഞാൻ നന്നായി പ്രവർത്തിച്ചിരുന്ന ഒരു സമയമായിരുന്നു. എനിക്കവിടെ സന്തോഷമായിരുന്നു. എൻ്റെ ഇളയമകൻ സ്കൂളിൽ പോവുകയായിരുന്നു, മൂത്തമകൻ യൂണിവേഴ്സിറ്റിയിലടുത്ത് പഠിക്കുകയായിരുന്നു, യൂണിവേഴ്സിറ്റി ഓഫ് മെറിലൻഡിൽ. ഈ സാഹചര്യങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും ദുബായ് എന്ന് പറയുന്നത് എന്നും ഞാൻ പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പൊസിഷനാണ് ഈ ഇന്ത്യൻ കൺസൽ ജനറൽ ദുബായ് എന്നുള്ളത്. അപ്പോൾ യാതൊരു മടിയും കൂടാതെ ഉടനെ തന്നെ ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും അതിനെ തുടർന്ന് എന്നെ ദുബായിലേക്ക് പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഞാൻ 2007 ദുബായിൽ ചെന്നെത്തുന്നത്, ഇന്ത്യൻ കൺസൽ ജനറലായി അവിടെ ചാർജ് എടുക്കുന്നത്. കൺസൽ ജനറലായി ചാർജ് എടുത്ത് ഏകദേശം 1-2 ആഴ്ചക്കുള്ളിൽ ദുബായിയുടെയും UAEയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും എല്ലാം പ്രത്യേക സിറ്റുവേഷൻ വിളിച്ചു കാണിക്കുന്ന ഒരു സംഭവമുണ്ടായി. രാത്രി ഏകദേശം 11 മണിക്ക് എനിക്ക് എൻ്റെ കൺസുലേറ്റിലെ സെക്യൂരിറ്റി ഗാർഡിൽ നിന്നും ഒരു കോള് കിട്ടുന്നു. സാർ, ഇവിടെ ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നു, അവരെ ഒരു ടാക്സി ഡ്രൈവർ ഇവിടെ കൊണ്ട് വിട്ടിട്ട് പോയതാണ്, അവർ ട്രാഫിക്കിങ്ങിന് ഇരയായി ഇവിടെ വന്നെത്തിയിരിക്കുകയാണ് എന്നാണ്. അപ്പോൾ ഞാൻ ഉടനെ സെക്യൂരിറ്റി ഗാർഡോട് പറഞ്ഞു, ഫോൺ കൊടുക്കൂ, ഞാൻ അവരോട് സംസാരിക്കട്ടെ എന്ന്. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ ഒരു മലയാളി സ്ത്രീയാണ്. ആൻഡ് അവർക്ക് പറയാനുള്ള കഥ, അവർക്ക് ദുബായിൽ ഒരു കടയിൽ കസ്റ്റമർ ഏജൻ്റായിട്ട് ഈ സാരികളൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീയായിട്ട് ജോലി വാഗ്ദാനം ചെയ്ത് അവരെ നാട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ്. ദുബായിൽ എത്തിയ ശേഷം അവരുടെ പാസ്പോർട്ടൊക്കെ എടുത്ത് അവരത് കയ്യിലാക്കി, അല്ലെങ്കിൽ അത് ഡിസ്ട്രോയ് ചെയ്തു കളഞ്ഞു. എന്നിട്ട് ഇവരെ അവിടുത്തെ ഒരു ലോഡ്ജിൽ കൊണ്ടുചെന്ന് വേശ്യാവൃത്തിയിലേക്ക് പ്രേരിപ്പിക്കുക എന്ന ഒരു കാര്യമാണ് അവിടെ നടന്നത്. അതിൽ നിന്നും രക്ഷപ്പെട്ട് അവർ ഫസ്റ്റ് ഫ്ലോറിലൊരു വിൻഡോയിലൂടെ പുറത്തേക്ക് റോഡിലേക്ക് എടുത്തു ചാടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവരെ കൊണ്ടുപോയ ആ ട്രാഫിക്കേഴ്സ്, അല്ലെങ്കിൽ ആ മിഡിൽമെൻ, ആ ക്രിമിനൽസ്, ഇവരെ പുറകെ ദുബായിലെ തെരുവിലൂടെ ഓടിച്ച് അവരെ പിന്തുടർന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് നല്ലവനായ ഒരു പാകിസ്ഥാനി ടാക്സി ഡ്രൈവർ ഇത് കണ്ടിട്ട് നിർത്തി ഇവരെ കാറിനകത്ത് കയറ്റി അവിടെ നിന്നും രക്ഷപ്പെടുത്തി. പക്ഷെ രക്ഷപ്പെടുത്തിയ ശേഷം അവർക്ക് രണ്ടുപേർക്കും അറിയില്ല എന്ത് ചെയ്യണം, എവിടെ പോകണം സഹായത്തിന്. അവസാനം ആ പാകിസ്ഥാനി ഡ്രൈവർ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇന്ത്യൻ കൺസുലേറ്റിൽ എത്തിക്കാം, നിങ്ങൾ ഇന്ത്യൻ കൺസുലേറ്റിൽ അഭയം തേടൂ എന്നുള്ളത്. അങ്ങനെയാണ് അവർ ആ ഗേറ്റിൽ വന്ന് എത്തിയത് ആ ഒരു രാത്രി സമയം. ഭാഗ്യത്തിന് ഇതുപോലെ അനുഭവങ്ങൾ പലതും ഇതിനു മുമ്പും ഉണ്ടായിരുന്നുകൊണ്ട് ഇന്ത്യൻ കൺസുലേറ്റിനുള്ളിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ കൺസുലേറ്റോട് ചേർന്ന് തന്നെ തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്ങിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് ഇങ്ങനത്തെ കേസിൽപ്പെട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിനൊരു വിമൻസ് ഷെൽട്ടർ എന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ ഒരു മലയാളിയായ വിധവയായ ഒരു സ്ത്രീയെ കെയർടേക്കറായിട്ടും അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടേക്കാണ് ഈ സ്ത്രീയെ അയച്ചത്. എന്നിട്ട് അവിടെ അവർക്ക് വേണ്ട ഭക്ഷണം നൽകി, അവർക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് തുണി നൽകി, അവരുടെ ബേസിക് ടോയ്ലറ്ററീസൊക്കെ നൽകി. അവരുടെ കയ്യിലൊന്നുമില്ലായിരുന്നു, ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട വ്യക്തിയാണ്. എന്നിട്ട് അവരോട് പല പ്രാവശ്യം സംസാരിച്ച് അവരുടെ വീട് എവിടെയാണ്, നാട് എവിടെയാണ്, അവരെന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി അവർക്ക് വേണമെങ്കിൽ തിരിച്ച് ഇന്ത്യയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ഏർപ്പാട് ചെയ്യാമെന്ന് കൂടെ പ്രോമിസ് ചെയ്ത് അവരുമായി രീതിയിൽ ചർച്ചകൾ നടത്തി അവരെ അവസാനം ഇന്ത്യയിലേക്ക് തിരിച്ച് പറഞ്ഞയക്കാനായി നമുക്ക് സാധിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത്
തുടങ്ങിയതായിരുന്നു എൻ്റെ ഒരു അന്വേഷണം. ഈ ട്രാഫിക്കിംഗ് പ്രോബ്ലംസിന് നമുക്ക് എന്ത് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുമെന്ന്. ഞാൻ കേട്ട ഒരു കഥ, ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇതുപോലെ ഗൾഫിലെ ഒരു രാജ്യത്തിൽ ചെന്ന് ഒരാളെ രക്ഷിച്ചു, നാട്ടിലേക്ക് അയച്ചു. ഉടനെ തന്നെ അടുത്ത ഫ്ലൈറ്റിൽ അവർ വീണ്ടും ആ രാജ്യത്തേക്ക് തിരിച്ചു വന്നു. വീണ്ടും അവർ ട്രാഫിക്കിങ്ങിൻ്റെ ഇരയായി എന്നുള്ളതാണ്. അതിന് കാരണം പലപ്പോഴും നമ്മുടെ മലയാളികളും ഇന്ത്യക്കാരുമൊക്കെ തന്നെയാണ് ഇതിന് പ്രധാന കാരണക്കാർ. മാത്രമല്ല, ട്രാഫിക്കിങ്ങിൻ്റെ ഒരു വിക്ടിം എന്ന് പറയുമ്പോൾ അവർക്കെല്ലാം നാട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ ഇത് പുറത്തു പറയാൻ വളരെ എംബാരസിംഗ് ആണ്. അവരാരും അറിയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അവർക്ക് ഒരു അബദ്ധം പറ്റി ഗൾഫിൽ പോകണ്ടായിരുന്നു, എത്ര കാശ് ചിലവാക്കിയിട്ടാണ് പോയതെന്ന് അറിയില്ല. അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒരു അപകടത്തിൽ പെട്ടു എന്നുള്ളത് ആരും പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ കുറ്റവാളികളെ ശിക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൂടെയാണ് ഒരു യാഥാർത്ഥ്യം. അതിനുശേഷം ഇതുപോലെ ഒരുപാട് കേസസ് ഞങ്ങളുടെ അടുത്ത് വരുമായിരുന്നു. ചിലപ്പോൾ മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവും, ചിലപ്പോൾ വീട്ടിൽ അടിയും പിടിയുമായിട്ട് സ്ത്രീകൾ രക്ഷ തേടി വരും. ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ദുബായിൽ വളരെ സാധാരണമായിരുന്നു. ഈ ഷെൽട്ടർ, അവിടുത്തെ അഭയം തേടി വരുന്ന സ്ത്രീകൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. ആ ഷെൽട്ടറിൽ ചിലപ്പോൾ ഒരുപാട് പേര് ഒരേ സമയത്ത് 8-10 പേരെല്ലാം അവിടെ താമസിച്ചിരുന്ന അവസരങ്ങളുണ്ട്. അവരെല്ലാവരെയും പരമാവധി പെട്ടെന്ന് ഇന്ത്യയിലേക്ക് അയക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. എങ്കിലും ചിലപ്പോൾ പല സാഹചര്യങ്ങളാൽ പല പെർമിഷൻസ് വരാത്തതുകൊണ്ട് അവരെ തിരിച്ച് അയക്കുന്നതിൽ കാലതാമസം ഉണ്ടായി എന്ന് വരും. ഒരിക്കൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അന്ന് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അദ്ദേഹം ടൂറിസം മന്ത്രിയുമായിരുന്നു. അപ്പോൾ ദുബായിലെ ട്രാവൽ മാർട്ടിൽ പങ്കെടുക്കാനായി അദ്ദേഹം ദുബായിൽ വന്നിരുന്നു, എൻ്റെ വീട്ടിലും വന്നു. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു, ഓഫീസിൽ വരണം, ഞാൻ ഈ ഷെൽട്ടറിലുള്ള എല്ലാ സ്ത്രീകളെയും വിളിച്ചു കൂട്ടി മിനിസ്റ്ററിന് സംസാരിക്കാനായിട്ട് അവസരമൊരുക്കാം, അവരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കണം, എന്നിട്ട് ഇതിന് വേണ്ട പ്രതിവിധികൾ നമുക്ക് സ്റ്റേറ്റിനുള്ളിൽ എടുക്കാൻ സാധിക്കണം. ഇത് തടയണമെങ്കിൽ കേരളത്തിനുള്ളിലാണ് പ്രവർത്തനം തുടങ്ങേണ്ടത്. ദുബായിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ വളരെ ലിമിറ്റഡാണ്. അപ്പോഴത്തേക്കും തീരെ ലേറ്റായി. എന്നാലും അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. അതിനെ തുടർന്ന് അദ്ദേഹം കൺസുലേറ്റിലേക്ക് വന്ന് കൺസുലേറ്റിൽ വെച്ച് അന്ന് ഷെൽട്ടറിലുണ്ടായിരുന്ന സ്ത്രീകളെല്ലാം വിളിച്ചു കൂട്ടി കോടിയേരി ബാലകൃഷ്ണൻ അവരുമായി സംഭാഷണം നടത്തുകയുണ്ടായി. പക്ഷെ അദ്ദേഹം കണ്ടത് അതിൽ ഒരു സ്ത്രീ കേരളത്തിലെ ഒരു പോലീസുകാരൻ്റെ വൈഫായിരുന്നു. എന്നിട്ട് പോലീസുകാരൻ്റെ വൈഫായിരുന്നിട്ട് പോലും അവർക്ക് ഈ ട്രാഫിക്കിങ്ങിൽ നിന്നും അല്ലെങ്കിൽ ഈ ചീറ്റിങ്ങിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു സങ്കടകരമായൊരു വസ്തുത. എന്തായിരുന്നാലും ആ ഒരു വിസിറ്റും അദ്ദേഹവും ഈ സ്ത്രീകളുമായിട്ടുള്ളൊരു സംഭാഷണത്തിലൂടെ, ഞാനുമായിട്ടുള്ള ഡിസ്കഷൻസിലൂടെ ഉരുത്തിരിഞ്ഞത്, അതിനുശേഷം UAE-യിൽ നിന്നും ദുബായിൽ നിന്നും ഏതെങ്കിലും സ്ത്രീ തിരിച്ച് നാട്ടിലേക്ക് അയക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം കേരള പോലീസിനെ അറിയിക്കുകയും കേരള പോലീസ് വനിതാ കോൺസ്റ്റബിൾസിനെ എയർപോർട്ടിലേക്ക് വിട്ട് അവർ എയർപോർട്ടിൽ ഇറങ്ങി അവരുടെ വീട് വരെ എത്തുന്നത് വരെ അവർക്ക് പോലീസ് ജീപ്പിൽ അവർക്ക് എസ്കോർട്ട് കൊടുത്ത് വീട്ടിൽ കൊണ്ടെത്തിക്കും എന്നുള്ളൊരു തീരുമാനം അന്ന് കോടിയേരി എടുത്തു. അത് നടപ്പിലാക്കി. അത് കാരണം വലിയൊരു ബെനിഫിറ്റ് ഉണ്ടായത്, ഇവർ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആരെങ്കിലും അവരെ തട്ടിക്കൊണ്ടു പോവുകയും പിന്നെയും അടുത്ത ഫ്ലൈറ്റിൽ കയറ്റി വിടുക എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് അവർ വീട് വരെയെങ്കിലും എത്തും എന്നുള്ളത് ഉറപ്പായി. പക്ഷേ വീട്ടിൽ ചെന്ന ശേഷം എന്ത് സംഭവിച്ചു എന്നത് ഒരു കൺസുലേറ്റ് എന്ന നിലയ്ക്ക് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ സാധിച്ചില്ല. അതും നമ്മുടെ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത്, ഇന്ത്യൻ കൺസുലേറ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലാണ്. ഇന്ത്യയിലേക്ക് ഒരാൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്ഥാപനങ്ങളാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇന്ത്യൻ ഏജൻസീസോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഒന്നും തന്നെ നമുക്കില്ല. പ്രൈവറ്റായിട്ടുള്ള എഫേർട്സും NGOസും ഒക്കെയാണ് ഇതിന് വേണ്ട സഹായങ്ങൾ നൽകേണ്ടത്. ദുബായിൽ ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. മറ്റൊരു സംഭവം എനിക്ക് ഓർമ്മയുള്ളത്, എന്നെ കത്തയച്ച് ഒരാൾ അറിയിച്ചു, ഒരു ഇന്ത്യൻ സ്ത്രീയുണ്ട്, ഷാർജയിലാണ് ജീവിക്കുന്നത്, അവരെന്നും എച്ചിൽ നിന്നാണ് ജീവിക്കുന്നത്. അവർ അവിടുത്തെ ഒരു ഗാർബേജ് ഡംപിൽ ചെന്ന് അവിടെ നിന്നും ബാക്കി വരുന്ന ഭക്ഷണവും മറ്റുമെല്ലാം എടുത്ത് കഴിക്കുന്നത് കാരണം ഇത് എന്തെങ്കിലും ചെയ്യണം അവർക്ക് വേണ്ടി എന്നുള്ളത്.
അപ്പോൾ പലപ്പോഴും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ അറിവിൽ വരുമ്പോൾ അതിനൊരു ഗവൺമെൻറ് റൂളോ ഓർഡറോ പ്രോട്ടോക്കോളോ സിസ്റ്റമോ ഒന്നുമില്ല. നമ്മൾ നമ്മുടെ യുക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ടി വരും. ഞാൻ ഉടനെ എൻ്റെ കൺസുലേറ്റിലെ ഓഫീഷ്യൽസിന് പറഞ്ഞു വിട്ട് ആ കത്തെഴുതിയ ആളെ ചെന്ന് കാണാനായിട്ട് പറഞ്ഞു. അദ്ദേഹവുമായി ചർച്ച ചെയ്ത് എവിടെയാണ് ഈ സ്ത്രീയെ കാണുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. ആ സ്ത്രീ ആരാണ് എന്ന് അറിയാൻ ശ്രമിച്ചു. അവരെവിടെയാണ് താമസിക്കുന്നത്. എന്നിട്ട് അവരുടെ അയൽവാസികളോട് ചെന്ന് അന്വേഷിച്ചു എന്താണ് ഇവരുടെ പ്രശ്നം, അവർക്ക് എന്തെങ്കിലും മെൻ്റൽ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണോ, ഡിപ്രഷനാണോ, അവർക്ക് യഥാർത്ഥത്തിൽ ഒരു പൈസയില്ലേ, കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ. അപ്പോൾ മനസ്സിലാക്കിയത് അവരുടെ ഭർത്താവ് മരിച്ചു, അവരൊറ്റയ്ക്കാണ് ജീവിക്കുന്നത്, അവർക്കൊരു കുട്ടിയുള്ളത്, ആ കുട്ടിക്കും പ്രോബ്ലംസ് ഉണ്ട്, അതിൻ്റെ മെൻ്റൽ ഡെവലപ്മെൻറ്റ് പൂർണ്ണമല്ല, റിട്ടാർഡഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ എല്ലാം കൂടി കയറി ജീവിക്കാൻ മാർഗമില്ലാതെയാണ് അവരിത് ചെയ്യുന്നത്. അതേസമയം എൻ്റെ ഓഫീസേഴ്സ് ചെന്ന് കണ്ടിട്ട് നിങ്ങൾ ഒന്നുകിൽ നമ്മുടെ കൺസുലേറ്റിൻ്റെ ഷെൽട്ടറിലേക്ക് വരൂ, നിങ്ങൾ നാട്ടിലേക്ക് പറഞ്ഞു വിടാനുള്ള ഏർപ്പാട് ചെയ്യാം എന്ന് പറയുമ്പോൾ അവർ തിരിച്ചു പോകാനും തയ്യാറില്ല. ഞാൻ നാട്ടിലേക്ക് ചെന്നാൽ എന്നെ ആര് നോക്കും, ഈ കുട്ടിക്ക് എന്ത് സംഭവിക്കും, ഞാൻ ഈ കുട്ടിയെ കൊണ്ട് എവിടെ പോകും, അവിടെ നാട്ടിലും എന്നെ സ്വീകരിക്കാനായിട്ട് ആരുമില്ല, എനിക്ക് അവിടെ എൻ്റെ കുടുംബാംഗങ്ങൾ ആരും എന്നെ സഹായിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അവർ കിടന്ന് കരഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ഈ ജീവിത പ്രശ്നങ്ങൾ ഒരുപാടുള്ളൊരു സ്ഥലമാണ് UAE. അതൊരു ഉദാഹരണം മാത്രമാണ്. ഗൾഫ് ഒട്ടാകെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവാം. അപ്പോൾ അവർ വീട്ടിൽ നിന്നും മാറാൻ തയ്യാറല്ല, അവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറല്ല, അവരുടെ കുട്ടിക്ക് സഹായം ആവശ്യമുണ്ട്, പക്ഷേ ആ സഹായം എവിടെ നിന്ന് എത്തിക്കും എന്നറിയില്ല. കുടുംബാംഗങ്ങളും ആയിട്ട് യാതൊരു ബന്ധവുമില്ല, അവരെ ഇന്ത്യയിലേക്ക് എവിടെ അയക്കും എന്നതുപോലും അറിയില്ല. അവസാനം അവർക്ക് അവിടെ അവരുടെ ചിലവിന് വേണ്ട ചെറിയ പണം കൊടുത്ത് അവിടുത്തെ ഇന്ത്യക്കാരായ നെയ്ബേഴ്സിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരെ നോക്കണം, ഇവർക്കിങ്ങനെ തെരുവിൽ ചെന്നിരുന്ന് എച്ചിൽ കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത്, ഭക്ഷണമെങ്കിലും കൊടുക്കാനുള്ളൊരു സംവിധാനം വേണം, കുട്ടിക്ക് എന്താ സഹായം എന്ന് വെച്ചാൽ അത് ചെയ്യാൻ സാധിക്കണമെന്ന് പറഞ്ഞ് നമ്മളൊരു ടെമ്പററി ബാൻഡേഡ് മെഷറായിട്ട് കുറച്ച് പണം ചിലവാക്കി, കുറച്ച് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച്, നമ്മുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് അവർക്കൊരു ടെമ്പററി റിലീഫ് ഉണ്ടാക്കാൻ സാധിച്ചു. എന്നിട്ട് അവരുടെ നിന്ന് അഡ്രസ്സ് എടുത്ത് അവരുടെ കുടുംബാംഗങ്ങളെ ഇന്ത്യയിൽ ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളിലൂടെ കുടുംബത്തിലെ ഒരു മെമ്പർ നാട്ടിലേക്ക് ഇവരെ പറഞ്ഞു വിട്ടാൽ അവർ റിസീവ് ചെയ്യും, അവരെ വീട്ടിൽ കൊണ്ടുപോയി നോക്കാം എന്ന് ഏറ്റതിന് തുടർന്ന് ഏകദേശം 1 മാസം കൺസുലേറ്റിൻ്റെ ചെലവിൽ കഴിഞ്ഞിട്ടാണ് അവരെയും അവരുടെ കുട്ടിയെയും തിരിച്ചയക്കാൻ സാധിച്ചത്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഇതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിലെ പല കേസുകൾ. പലരും വളരെ സീരിയസ് ആയിട്ട് അസുഖമായിട്ട് ആക്സിഡൻറ്റിൽപ്പെട്ട് ആശുപത്രിയിൽ കിടക്കും. അവർക്കൊന്നും പാസ്പോർട്ടില്ല, അവർക്ക് ID ഇല്ല, അവർ ഇന്ത്യക്കാരാണോ എന്നുള്ളത് തന്നെ അറിയില്ല. പിന്നെ ഇന്ത്യക്കാരാണെങ്കിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത്, അവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ, ഭാഷ എന്താണ്. പലപ്പോഴും അവിടുത്തെ ലോക്കൽ ഹോസ്പിറ്റൽസ് പറയും ഇവർ ഇന്ത്യക്കാരാണ്, നിങ്ങൾ ഇവരെ നാട്ടിലേക്ക് തിരിച്ചയക്കൂ, നമുക്കിവിടെ ബെഡ് സ്പേസ് ആവശ്യമാണ്, അവരെ പെർമനൻ്റായിട്ട് നോക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ് റൂൾസ് പ്രകാരം അവർ ഇന്ത്യക്കാരാണെന്ന് പ്രൂവ് ചെയ്താൽ അല്ലാതെ നമുക്ക് അവരെ തിരിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ തിരിച്ചെടുത്ത് ഇന്ത്യക്കാരാണെന്ന് അറിഞ്ഞാലും അവരുടെ ഒരു ബന്ധുവിനെയോ അവരുടെ ഒരു കോൺടാക്റ്റോ നാട്ടിലുണ്ട്, അവരെ വിശ്വസിച്ച് നമുക്ക് നാട്ടിലേക്ക് ഇവർക്ക് ടിക്കറ്റ് കൊടുത്ത് അയക്കാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യം വന്നാലേ അവർക്ക് എന്തെങ്കിലും ഒരു റിലീഫ് കാണാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ദുബായിൽ ചെന്നിട്ട് ആദ്യം ചെയ്തത് ദുബായിലെ ലേബർ ക്യാമ്പ്സ് സന്ദർശിക്കുക, ദുബായിലെ പ്രിസൺസ് സന്ദർശിക്കുക, അവിടുത്തെ ഇന്ത്യൻ പ്രിസണേഴ്സിനെ കാണുക എന്നുള്ളതായിരുന്നു. എൻ്റെ മനസ്സിലെ എൻ്റെ ഉത്തരവാദിത്വം വളരെ ക്ലിയർ ആയിരുന്നു. ഞാൻ ദുബായിൽ ചെന്നിരിക്കുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിക്കാനാണ്.
എന്നാൽ ആ ഇന്ത്യയെ പ്രതിനിധീകരിക്കുക എന്ന ഉത്തരവാദിത്തത്തിനുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെപ്പെട്ട പാവപ്പെട്ടവരാണ്. അവിടെ കഷ്ടത അനുഭവിക്കുന്ന ഇന്ത്യക്കാരെ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ നമ്പർ 1 റെസ്പോൺസിബിലിറ്റി എന്ന് ഞാൻ സ്വയം തീരുമാനിക്കുകയും അതനുസരിച്ച് എൻ്റെ എല്ലാ ഫോക്കസും അവിടുത്തെ ലോവർ സെക്ഷൻസ് ഓഫ് പീപ്പിളുടെ ഇടയിലായിരുന്നു. അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും, അവരുടെ സിറ്റുവേഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളിലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ ഓരോ കേസസിൽ പെട്ടത്. ഇതുപോലെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വലിയ പ്രോബ്ലം സൂയിസൈഡ്സ് ആയിരുന്നു. ആൾക്കാർ വർക്കേഴ്സ് വലിയ ലോണൊക്കെ എടുത്ത് അവിടെ പോകുന്നു. അവിടെ വർക്കിംഗ് കണ്ടീഷൻസ് മോശമാണ്, അവർക്ക് കിട്ടുന്ന ശമ്പളം അവർ പ്രതീക്ഷിച്ചതുപോലെയല്ല, ചിലവ് കൂടുതലാണ്. ഇതൊക്കെ കണ്ട് വേറെ വഴിയില്ലാതെ അവർ സൂയിസൈഡ്സ് കമ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള ആൾക്കാരെ കൗൺസിൽ ചെയ്യാനായിട്ട് ഞങ്ങൾ കൺസുലേറ്റിനുള്ളിൽ തന്നെ ഒരു കൗൺസിലിംഗ് സർവീസ് തുടങ്ങി, ഒരു ഹോട്ട് ലൈൻ ഉണ്ടാക്കി, ആർക്ക് വേണമെങ്കിലും വിളിക്കാം, ആർക്ക് വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം എന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽസും ഡോക്ടേഴ്സുമായി സഹകരിച്ച് കൺസുലേറ്റിൽ ഫ്രീ മെഡിക്കൽ ക്യാമ്പ്സ് റെഗുലറായിട്ട് നടത്തുകയും ആർക്ക് വേണമെങ്കിലും വന്ന് അവിടുന്ന് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു വലിയൊരു പ്രോബ്ലം മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട്സ് ആണ്. എനിക്ക് ഡെത്ത് ത്രെറ്റ് ലഭിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട്സ് വരുമ്പോൾ, പ്രത്യേകിച്ചും ഈ ആദ്യത്തെ ആ ട്രാഫിക്കിങ്ങിൻ്റെ ഇൻസിഡൻറ്റും ഷെൽട്ടറിൽ വരുന്ന സ്ത്രീകളെക്കുറിച്ചെല്ലാം അറിവുണ്ടായിരുന്നുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ എന്നും ഒരല്പം ബയസ്ഡ് ആയിരുന്നു. നമ്മളൊരു മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ സിമ്പത്തി എപ്പോഴും സ്ത്രീയോടാണ് ഓട്ടോമാറ്റിക്കായിട്ടും പോകുന്നത്. അത് പ്രത്യേകിച്ചും എന്തെങ്കിലും ഒരു ഫിസിക്കൽ അബ്യൂസ് കേസുണ്ടോ, എന്തെങ്കിലും അവർ ഉപദ്രവം വീട്ടിൽ അനുഭവിക്കുന്നുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ളതാണ് പ്രയോറിറ്റി. ആ രീതിയിൽ ഒരിക്കൽ ഒരു ഇന്ത്യൻ സ്ത്രീ എന്നെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് എന്നെ ഉപദ്രവിക്കുന്നു, അയാൾ എനിക്കെതിരെ കള്ള കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ്, ഞാൻ അഡൾട്ടറി കമ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കള്ള കേസ് എന്നെ ചാർജ് ചെയ്ത് ഞാനിപ്പോൾ ജയിലിലാണ്, നിങ്ങൾ ഇന്ത്യൻ കൺസുലേറ്റ് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് എനിക്കൊരു കത്ത് കിട്ടുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഞാൻ എൻ്റെ ഓഫീസേഴ്സിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കത്ത് വന്നിട്ടുണ്ട്, ഒരു സ്ത്രീ ജയിലിലാണ്, ഉടനെ പോയി കാണണം. ആൻഡ് സാധാരണ നമ്മുടെ വിയന്ന കൺവെൻഷൻ അനുസരിച്ച് എല്ലാ ഡിപ്ലോമാറ്റിക് മിഷൻസും ചെയ്യുന്നത്, ആരെങ്കിലും ജയിലുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മുടെ ഒരു സിറ്റിസൺ അവരെ പോയി കാണുക, അവർക്ക് എന്തെങ്കിലും അവർക്കെതിരെയുള്ള ചാർജ് എന്താണ്, അവർക്ക് ബുദ്ധിമുട്ട്, അവർക്ക് ലീഗൽ അസിസ്റ്റൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തുക, ലീഗൽ അസിസ്റ്റൻസ് ഇല്ലെങ്കിൽ അതിന് വേണ്ട ഏർപ്പാട് ചെയ്യുക. പിന്നെ അവിടെ ജയിൽ കണ്ടീഷൻസ് എന്തെങ്കിലും വളരെ മോശമാണെങ്കിൽ അത് ജയിൽ അധികൃതരുടെ നോളജിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യാനായിട്ട് ഞാൻ ഉടനെ എൻ്റെ ഓഫീസറിനെ പറഞ്ഞു വിടുകയും ഓഫീസർ ചെന്ന് ഇവരെ കണ്ടിട്ട് തിരിച്ചു വന്ന് എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു. ഞാൻ ആ വിവരങ്ങൾ ഡൽഹിയെ അറിയിച്ചു. എന്നിട്ട് ഇവർക്ക് ലോയർ ഉണ്ടായിരുന്നു, ലീഗൽ അസിസ്റ്റൻസിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നുള്ളതെല്ലാം വ്യക്തമായിരുന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോൾ വരുന്ന ഒരാളിൽ നിന്ന് ഭയങ്കര അഹങ്കാരത്തോടുകൂടിയും ദേഷ്യത്തോടു കൂടിയും, മിസ്റ്റർ കൺസൽ ജനറൽ, നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കും, നിങ്ങൾ ആരാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്, നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടരുത്, അത് എൻ്റെ ഭാര്യയാണ്, ഞാൻ അവളെ ഒരു പാഠം പഠിപ്പിക്കാൻ പോവുകയാണ്, ഞാൻ അവളെ ജയിലിനകത്താക്കിയിട്ടുണ്ട്, അവൾ പാഠം പഠിച്ചു എന്ന് ഞാൻ അറിഞ്ഞാലേ ഞാൻ അവരെ പുറത്തു പോരാൻ സമ്മതിക്കുകയുള്ളൂ, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ ഒരു അധികാരവും ഇല്ല, നിങ്ങൾ മാറി നിൽക്കൂ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും ഉണ്ടാവരുത് അവരെ സഹായിക്കാനായിട്ടെന്ന്. അപ്പോൾ ഇത്രയും ദേഷ്യത്തോടുകൂടി, എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ ഫോണിൽ വിളിച്ച് എന്നോട് ഇങ്ങനെ ധാർഷ്ട്യത്തോടു കൂടി സംസാരിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യൻ കൺസൽ ജനറലാണ്, നിങ്ങളോ നിങ്ങളുടെ ഭാര്യയോ തമ്മിൽ ഒരു തർക്കം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാര്യം, പക്ഷെ ഒരു ഇന്ത്യൻ പൗരന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഒരു ഇന്ത്യൻ പൗരൻ ജയിലിലായാൽ എന്ത് ആരോപണമായിക്കോട്ടെ അവരെ സഹായിക്കുക എന്നുള്ളത് എൻ്റെ ഗവൺമെൻറ് എനിക്ക് നൽകിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസാണ്. അവർക്ക് ലീഗൽ അസിസ്റ്റൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഓഫീസർ പോയി നോക്കിയത്, അവരുടെ ജയിൽ സൗകര്യങ്ങൾ എന്താണെന്നുള്ളതാണ് നോക്കിയത്.
ആ രീതിയിൽ ഞങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. അവർക്ക് ലീഗൽ അസിസ്റ്റൻസ് വേണമെങ്കിൽ ലീഗൽ അസിസ്റ്റൻസ് നൽകും. വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തീർച്ചയായിട്ടും ഇടപെടും. ഞങ്ങൾ ഇടപെടാൻ പാടില്ല എന്ന് പറയാനുള്ള അധികാരം നിങ്ങൾക്കില്ല. അപ്പോൾ അയാൾ അതിലും കൂടുതൽ ദേഷ്യമായി. കാണിച്ചു തരും, നിങ്ങൾ തെരുവിലിറങ്ങി നടക്കാൻ സാധിക്കില്ല, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഫോണിലൂടെ ഭീഷണികളുടെ ഒരു നീണ്ട പട്ടിക. സോ നമുക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും ചെയ്യാനല്ലോ. ഗുഡ് ബൈ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അയാൾക്ക് ചെയ്യേണ്ടത് ചെയ്തോളട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നത് ഇങ്ങനത്തെ സാധാരണ ഒരു ഡെത്ത് ത്രെറ്റൊക്കെ വന്നാൽ ഉടനെ അത് ഡൽഹിക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അവരുടെയും നമ്മുടെ സെക്യൂരിറ്റി ഏജൻസും എല്ലാവരും അതിന് അലേർട്ടാവും. അപ്പോൾ അത് ഡൽഹിയിൽ അറിയിച്ചു. അടുത്ത ദിവസം തന്നെ ഫോറിൻ സെക്രട്ടറി എന്നെ വിളിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു, ധൈര്യമായി നിന്നോളൂ, ഫോറിൻ മിനിസ്ട്രി മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഒന്നും ഭയപ്പെടാനില്ല, സ്വന്തം ഉത്തരവാദിത്വം പരിപൂർണമായി നിർവഹിക്കുക. ആൻഡ് ഒരു സ്ത്രീ ജയിലിലാണ്, അവർക്ക് പുറത്ത് വരാൻ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്യൂ. മാത്രമല്ല, മാട്രിമോണിയൽ ഡിസ്പ്യൂട്ടിൽ ആര് ശരി ആര് തെറ്റ് എന്നുള്ളതൊന്നും തീരുമാനിക്കാൻ ഇന്ത്യൻ ഗവൺമെൻറ്റിന് താല്പര്യവുമില്ല, അധികാരവുമില്ല. പക്ഷെ ഒരു കാരണവശാലും ഒരു വ്യക്തി, പ്രത്യേകിച്ച് ഒരു സ്ത്രീ സഫർ ചെയ്താൽ അല്ലെങ്കിൽ അവർക്കെതിരെ ഇൻജസ്റ്റിസ് ഉണ്ടായാൽ നമ്മൾ ഇടപെട്ട് അവരെ സഹായിക്കുക എന്നുള്ളത് ശരിയായ കാര്യമാണ് എന്നുള്ളൊരു എൻഡോഴ്സ്മെൻ്റ് കൂടെ എടുത്തിട്ട് പിന്നീട് എനിക്ക് അതുപോലെ ഭീഷണികളൊന്നും വന്നില്ല. എന്നെ ഫോൺ വിളിച്ച ഹസ്ബൻഡ് ആരാണ്, അയാൾ അപ്പോഴും അവിടെ ദുബായ് ജീവിക്കുന്നുണ്ട് എന്നെല്ലാം ഞാൻ മനസ്സിലാക്കി. ഈ സ്ത്രീ ജാമ്യമെടുത്ത് ജയിലിൽ നിന്നും വന്നു. അവർ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് തുടർന്നു. അവർ അവസാനം ഡിവോഴ്സ് ആയോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അതിൽ നിന്നും പഠിച്ചൊരു പാഠം എന്ന് പറയുന്നത് ഈ മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട്സും അവിടെ വലിയൊരു പ്രോബ്ലമാണ്. ശ്രീ MF ഹുസൈൻ ഇന്ത്യയിലെ ഹിന്ദു ഫണ്ടമെൻ്റലിസ്റ്റിൻ്റെ ഭീഷണി ഭയന്നാണ് UAE മാറിയത്. അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സിനെ ചൊല്ലി അദ്ദേഹത്തിനെതിരെ ഇന്ത്യക്കൊട്ടാകെ കേസുകൾ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായം 90 കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ഇന്ത്യയിലേക്ക് തിരിച്ച് വരാത്തത്? ഞാൻ ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് സംസാരിക്കാം, നിങ്ങൾക്ക് വേണ്ട എല്ലാ സംരക്ഷണവും ഇന്ത്യ ഗവൺമെൻറ് നൽകും. നിങ്ങളെപ്പോലെ പ്രഗത്ഭനായ ഒരു ഇന്ത്യക്കാരൻ വിദേശത്ത് ജീവിക്കുക എന്ന് പറയുന്നത് ശരിയല്ല.